കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ സുഗുണ? ഞാൻ ആലുവയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി രമ താമസിക്കുന്ന വീട് മനസ്സിലായി. എവിടെ? മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട്. നീ എങ്ങനെയെങ്കിലും അവളിവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിനെന്തിനാ കൊച്ചമ്മ വിഷമിക്കുന്നത്? നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ. ആ നിമിഷം അവളെ ഇവിടെ പൊക്കിക്കൊണ്ട് വരില്ലേ? നീ ഞങ്ങളെ പറ്റിച്ച് കടന്നിട്ട് വലിയ റാണിയായിട്ട് ഇവിടെ കഴിയാണ് അല്ലേ? പിടിക്കണോ? ശരി, പുറത്തേക്കിറങ്ങി വരാനാ പറഞ്ഞത്. വരുന്നോ അതോ ഞങ്ങൾ ഇതിനെ പിടിച്ചിറക്കണോ? ആ വാതിലോട്ടി പിടിക്കണം. ആർക്കാടാ വാതിലെ ഒട്ടി പൊളിക്കേണ്ടത്? നീയൊക്കെ ഏതാടാ? അവളോട് തന്നെ ചോദിക്ക്. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. രമേ, ഇങ്ങോട്ട് അറിയവാ. രാജേട്ടാ, എന്നെ പിടിച്ചുകൊണ്ടുപോയി വേശ്യാലയത്തിൽ ഏൽപ്പിക്കാനാ ഇവന്മാര് വന്നിരിക്കുന്നത്. നേരാണോടാ? ഇവൾ ആരാണെന്നറിയാതെ താനെന്തിനാ ചൂടാകുന്നത്? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകും. ഇവിടുന്ന് എന്നാലാണെന്ന് കാണട്ടെ. ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവൾ ഇയാളുടെ ആരാ? ആരും ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് നീയൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോയി നോക്ക്. ഇവിടെ പിടിച്ചെടുക്കണോ? പുനലൂരെ പട്ടയാണ് ഞാൻ കുടിച്ചിരിക്കുന്നത്. പോടാ എടാ, ഞാൻ ആന അഭ്യാസം പഠിപ്പിച്ചതാണ്. ഓ കൊള്ളാം. എവിടുന്നാ വന്ന ഈ ഒരു പെങ്കൊച്ചിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത്? പാവം, അവളെന്ത് പേച്ചടാ? ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണിനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവളെ തെമ്മാടികളായി വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അത്ര വിവരം കെട്ട കരുതിയാണ് രാജുവണ്ണ. ആ പെങ്കൊച്ചിനെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ അമ്മയും ചേർന്ന് ഒരു പുതിയ ഐഡിയയിലെത്തിയിരിക്കുക. ഓ പിന്നെ, നിന്റെ ഒരു മുടിഞ്ഞ ഐഡിയ. മുടിയാണെന്നല്ല, ഒരു മുഹൂർത്തം നോക്കുന്ന കാര്യമാണ്. മുഹൂർത്തമോ? അതെ, രമയെ രാജുവണ്ണൻ കല്യാണം കഴിക്കണം. നീ എന്താടാ ഈ പറയുന്നത്? ഞാനല്ല പറയുന്നത്, വയസ്സായിരിക്കുന്ന അമ്മയുടെ ഏറ്റവും വലിയ അപേക്ഷയാണ്. രമയുടെ ജീവിതം രക്ഷപ്പെടും, നമ്മുടെ കുടുംബത്തിന് വലിയ പുണ്യമോ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാൻ ഒന്നുമില്ലെന്ന, നമുക്കൊരു താലിയുടെ ചെലവല്ലേ ഉള്ളൂ. രമേ, എന്തോ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. എന്താ ഏട്ടാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ നിർബന്ധം. അയ്യോ വേണ്ട. എന്താ, ഞാനൊരു മൃഗമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. എന്ത്? രാജുവേട്ടനെ എന്റെ കൂടെ പിറന്ന ആങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു നീ മറന്നേക്കൂ. ആരോരുമില്ലാത്ത ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ചേട്ടന്റെ സ്നേഹവും കാരുണ്യം കൊണ്ട് മാത്രമാണ്. ചേട്ടൻ എന്നെ രമയെന്നല്ല, അമ്മനെന്ന് വിളിക്കണം. ഇന്നു മുതൽ
നിന്നെ ഞാൻ അമ്മണിയായിട്ടേ കണക്കാക്കൂ. രമവേലായുധനെ കൊന്നവന്റെ ഭാര്യയാണെന്നുള്ള സത്യം രാജുവിനോട് നീ പറഞ്ഞാൽ മാത്രം മതി. അഭയം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അവളുടെ അന്ത്യവും കുറിക്കും. മുതലാളി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഈ വിവരം രാജുവിന്റെ ചെവിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെ ആരുമില്ലേ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് എൽസി എന്നാണ്. ജെയിൻ സാർ ഇല്ലേ? പുറത്തോടിയോ പോയിരിക്കാണ്. ഒരു അത്യാവശ്യ കാര്യം ജെയിൻ സാറിനെ അറിയിക്കാൻ വേണ്ടിയാ ആരും അറിയാതെ ഞാനിവിടെ വന്നത്. എന്ത് കാര്യമാ? ജെയിൻ സാറിന്റെ ഭാര്യ രമ മാർക്കറ്റ് രാജ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട്. മാർക്കറ്റ് രാജു? അതെ, അറിയോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമ്യ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഭാരതമേനോന്റെ വീട്ടിൽ വെച്ച് രമയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാ രമ മാർക്കറ്റ് രാജുവിന്റെ വീട്ടിൽ മനസ്സിലാക്കിയത്. ജെയിൻ സാർ ഉടനെ അവിടെ എത്തില്ലെങ്കിൽ രമയ്ക്ക് എന്ത് അപകടം സംഭവിക്കും? എടാ, നിങ്ങൾ എളുപ്പം പോയി ജേട്ടന് വിവരം അറിയിക്കും. ആട്ടെ, ഭാരതമേനോനുമായിട്ട് എങ്ങനെയാ ബന്ധം? ആ ബന്ധത്തിനെ കുറിച്ച് അറിയാതിരിക്കുകയാണ് നല്ലത്. ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടെ അകപ്പെട്ടു പോയതാ. പക്ഷേ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗത്തിനെ അവസാനമായി എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഞാനിപ്പോ പോകുന്നത്. അതെ, ജീവിതത്തിൽ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? നിന്റെ അപ്പച്ചൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. നിങ്ങളെ പോലുള്ളവർ ആവശ്യപ്പെടുന്ന സ്ത്രീധന പണം തരാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് അപ്പനമ്മമാർ ഈ ലോകത്തുണ്ട്. ജയിലിൽ കിടക്കുന്ന എന്റെ അപ്പച്ചനെയും അക്കൂട്ടത്തിൽ കണക്കാക്കിയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട 16 രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇത് വാങ്ങിക്കോളൂ. ഇത് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞു ജീവിക്കേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞു ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ എനിക്ക് കഴിഞ്ഞത്. ഓഹോ, വീട് എഴുതി വെച്ചിട്ടായിരിക്കും നീ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, വീടിനേക്കാൾ വിലപ്പെട്ടതെല്ലാം വിറ്റു. ഈ പണത്തിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്പാദ്യം? കാണുന്നു. ആ പണം ഉണ്ടാക്കിയ വഴിയിൽ കിട്ടിയതാണ്ടോ ഈ സമ്പാദ്യം. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പണം തനിക്ക് വേണമെങ്കിൽ ഇതിനെ കൂടി ഏറ്റെടുക്കണം. ഒച്ച വയ്ക്കാതോടോ. ഭാര്യയേക്കാൾ വലുത് പണമെന്ന് വിചാരിക്കുന്നവനെല്ലാം വല്ലവന്റെ മക്കളെ ചുമക്കേണ്ടി വരും. ഞാൻ പോവുകയാണ്. പക്ഷെ ഇവിടുന്നല്ല, ഈ ലോകത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. ഈ പണം തന്റെ ശവമടക്കിലിരുന്നോട്ടെ.